ഒരിക്കലെങ്കിലും നിങ്ങളുടെ ഒരു യങ്ങർ വണ്ണിനെ നിങ്ങളൊന്ന് പോയി മീറ്റ് ചെയ്തിട്ടുണ്ടോ? ഒന്ന് കണ്ണടച്ചിട്ടൊന്ന് മീറ്റ് ചെയ്ത് നോക്കിയേ. ഒരുപാട് പരാതികൾ പറയാനുണ്ടാവും. ചിലപ്പോൾ മനസ്സിൻ്റെ ഒരു കോണിൽ ഇങ്ങനെ കരഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം, എന്നെ സ്നേഹിക്കാൻ ആരും ഇല്ല എന്ന് പറയുന്ന കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഞാനൊരു അൺലക്കിയാന്ന് പറയുന്ന കുട്ടിയായിരിക്കാം. ഒന്ന് ഓടിപ്പോയിട്ട് കണ്ണടച്ചിട്ടൊന്ന് ഹഗ് ചെയ്ത്, നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്, ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് ആ ഒരു മൊമെന്റ് തൊട്ട് നമുക്ക് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യും. കൈക്കൊരു വേദന വന്ന് അത് ഹീലാക്കിയേ പറ്റൂ. ആ വേദന വെച്ചോണ്ട് അതിരിക്കട്ടെ, വന്ന പെയിൻ അല്ലേ നമ്മൾ ചിന്തിക്കുന്നില്ല. പെയിൻ വന്നെങ്കിൽ അതിനുള്ള പ്രതിവിധി എടുക്കണം എന്നുള്ളൊരു ബോധ്യം ബോഡി സ്റ്റേറ്റിൽ നമുക്കുണ്ട്. മെന്റൽ സ്റ്റേറ്റിൽ നമ്മൾ പഠിപ്പിച്ചേക്കുന്ന എന്താ, അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ഹീലിംഗ് ഒരാളുടെ ലൈഫിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പെട്ടെന്നൊരു ദിവസം ഭയങ്കര കെയറിങ്ങും അല്ലെങ്കിൽ കുറച്ച് സ്നേഹവും കാര്യങ്ങളും ഒക്കെ കിട്ടുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് അങ്ങോട്ടേക്കൊരു ചായ്വ് ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. റിലേഷൻഷിപ്പിൽ ഡിഫറെന്റ് തലങ്ങളാണുള്ളത്. ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് റൊമാൻറ്റിക് ഫേസ് ആണ്. റൊമാൻറ്റിക് ഫേസിൽ എന്തായിരിക്കും, നമ്മുടെ ബെസ്റ്റ് ആയിരിക്കും നമ്മൾ കാണിക്കുക. എല്ലാ രീതിയിലും നമ്മൾ ഇരിക്കണേൽ, നിൽക്കണേൽ, സംസാരിക്കുന്നതിൽ, നമ്മൾ അയാളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എത്രത്തോളം ചിന്തിക്കും ഏത് ഡ്രസ്സ് ഇടണം എന്നൊക്കെ. അത് കഴിഞ്ഞ് നമ്മളൊന്ന് സെറ്റായെന്ന് വിചാരിക്കുക. ആ റൊമാൻറ്റിക് ഫേസ് കഴിഞ്ഞ് നമ്മൾ എല്ലാ രീതിയിലും സെറ്റായി. അപ്പോൾ സ്ത്രീകളുടെ മൈൻഡ് സെറ്റും പുരുഷന്മാരുടെ മൈൻഡ് സെറ്റും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ ഇയാൾ എൻ്റേതാന്ന് നമ്മൾ വിശ്വസിച്ചു. അങ്ങനെ കഴിയുമ്പോൾ നമ്മളായിട്ടിരിക്കാൻ നോക്കും. അത് പുരുഷനും ഇരിക്കും, സ്ത്രീക്കും ആ ഒരു ഡിഫറൻസ് വരും. അന്നേരം നമ്മൾ മച്ചുവേർഡ് ഫേസിലായിരിക്കും ഇരിക്കുക. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഇതിലെ ഒരു പാർട്ട്ണർ ആ റൊമാൻറ്റിക് ഫേസിലുള്ള അതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എക്സ്പെക്ട് ചെയ്യുമ്പോൾ അവിടെ ഇത് ഇഷ്യൂ ആവും. പോപ്പിൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ നിജ ബെന്നിയാണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം ചിത്ര. ഡോക്ടറിന്റെ എപ്പിസോഡ് എല്ലാവരും ഇങ്ങനെ എൻ്റെ അടുത്ത് ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഡോക്ടർ സംസാരിക്കുന്നത് കൊണ്ട് അത് കാണാൻ ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു എല്ലാവർക്കും. ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും ലൈഫിലുണ്ടല്ലോ, അതിപ്പോ ഫാമിലി റിലേഷൻഷിപ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പിലാണെങ്കിൽ പോലും എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്ന ഒരു ബോംബ് എല്ലായിടത്തും ഉണ്ട്. ഇത് എത്രമാത്രം നമ്മൾ ആളുകളെ കൊല്ലുന്നുണ്ട്. അതാണല്ലോ ഞാൻ പറഞ്ഞ പോലെ, ബോംബ് എപ്പോഴും കൊല്ലുമെന്ന് പറഞ്ഞ പോലെ അതാണല്ലോ ഏറ്റവും വലിയൊരു എന്താ പറയുക, റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. കാരണം എല്ലാവർക്കും എക്സ്പെക്റ്റേഷൻസ് ഇല്ലേ. ഇപ്പം നമ്മുടെ ഒരു ദിവസത്തെക്കുറിച്ച് നമുക്ക് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, നമ്മുടെ ഒരു ജോലിയെക്കുറിച്ച് നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് കൂടുതലായിട്ടുണ്ട്. കാരണം നമ്മൾ ഒരുപാട് നമ്മുടെ ഇപ്പം മാരീഡ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മുടെ ലൈഫാണ് ഒരാളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് വന്നത്. അപ്പം എല്ലാ ആളുകൾക്കും അവരുടേതായിട്ടുള്ള ഒരു ഡ്രീം ലൈഫ് ഉണ്ടാവും. ഓക്കെ, എൻ്റെ മാരേജ് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ജീവിക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ വേണം. അപ്പം ഇത് ചിലപ്പോൾ പാർട്ട്ണറുടെ അടുത്ത് ഇന്നത്തെ ജനറേഷനാണെങ്കിൽ ഷെയർ ചെയ്യും, പണ്ടത്തെ ജനറേഷനാണെങ്കിൽ മനസ്സിലായിരിക്കും അത് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് നമ്മളെല്ലാവരും മാരീഡ് റിലേഷൻഷിപ്പിലോട്ട് കിടക്കുന്നത്. അപ്പോൾ പലപ്പോഴും ആ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ച് അപ്പം ഇതേപോലെ തന്നെ ഒരാൾക്ക് മാത്രമല്ല മറ്റേ ആൾക്ക് ഉണ്ടാവും. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചതെന്നുള്ള പല കാര്യങ്ങളിലും നമുക്ക് ഒരു ചോദ്യം ഉണ്ടാവും. അത് ഒരുപാട് നമ്മൾ ചൂസ് ചെയ്ത ആൾ തെറ്റിപ്പോയെന്ന് നമുക്ക് തോന്നുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. ചിലപ്പം എൻ്റെ വിധിന്ന് ചിന്തിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. പക്ഷെ ഇത് റിയാലിറ്റി എല്ലാ ആളുകളും വ്യത്യസ്തരാണ്, അവരുടെ ചിന്താഗതികളും വ്യത്യസ്തരാണ്. അപ്പം അതുകൊണ്ട് മാരേജ് എന്നുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ള എന്ത് കാര്യങ്ങളും, ഇപ്പോൾ ഒരു ജോലിക്ക് കയറുമ്പോഴും ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ജോലി ചെയ്യണമെന്ന് വിചാരിച്ച് കയറുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ ഏത് ഇതിലാണോ പെട്ടേക്കുന്നതെന്ന് പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ മാരേജിലാണെങ്കിലും അല്ലെങ്കിൽ ജോലിയാണെങ്കിലും നമ്മളുടെ വിദ്യാഭ്യാസത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും നമ്മൾ ഏത് ഏരിയയിലാണ് വന്നേക്കുന്നത്, ആ വന്നേക്കുന്ന ഏരിയയിൽ നമ്മളെ ഉയർത്താൻ പാകത്തിനുള്ള തിരിച്ചറിവുകളും മാറ്റങ്ങളും നമ്മളെന്നുള്ള വ്യക്തിക്ക് പാകത്തിന് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പഠിക്കണം. ഇപ്പോൾ എക്സ്പെക്ടേഷൻസ് എന്ന് പറയുമ്പോൾ വെറുതെ ഒരാൾക്ക് പെട്ടെന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല. അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും കൂടി ആയിരിക്കും. അത് രണ്ട് തലമുണ്ട്. ഒന്ന്, എനിക്കൊരു മെൻ്റൽ ഇമേജ് കാണും. എന്തൊരു കാര്യത്തിന് പോകുമ്പോഴും നമുക്കൊരു മെൻ്റൽ മുൻവിധി എന്ന് പറയുന്നൊരു സംഭവം പറയാം. ഇപ്പോൾ ഒരു കാര്യത്തിന് പോകുമ്പോൾ ഒരാളുമായിട്ട്, അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ എക്സാമ്പിൾ റിലേഷൻഷിപ്പിലാണെന്ന് വിചാരിക്കുക. റിലേഷൻഷിപ്പിലോട്ട് പോകുമ്പം ഇപ്പോൾ ഒരാളെ കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടു, അയാളുടെ 2 ദിവസത്തെ സംസാരം നമുക്ക് ഭയങ്കരമായിട്ട് ഇയാൾ എന്നെ ഒത്തിരി മനസ്സിലാക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നി. അപ്പോൾ ആ ഒരു മുൻവിധി സെറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അയാളുടെ പ്രവർത്തനത്തെ നോക്കിക്കാണുന്നത്.
ആ മുൻവിധി എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ടേഷൻ എന്നുള്ള പേരും വെക്കാം. അപ്പോൾ അയാൾ നമുക്ക് ആ ഒരു എക്സ്പെക്ടേഷൻസ് തന്നുകൊണ്ട് മാത്രം എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അയാൾ നോർമലി കാണുമ്പോൾ എല്ലാവരോടും ഹായ് പറയുന്ന പോലെ തന്നെ ആയിരിക്കും നമ്മളോടും ഹായ് വന്ന്. പക്ഷെ നമ്മൾ കണ്ട ഒരു മെന്റൽ ലെൻസ് എന്ന് പറഞ്ഞാൽ സംതിങ് ഞാൻ സ്പെഷ്യൽ ആണ് എന്നുള്ളതായിരിക്കും. ആ ഒരു ലെൻസിൽ കാണുന്ന ഒരാൾക്ക് അത് എക്സ്പെക്ടേഷനായി മാറുന്നതാണ്. അപ്പം ഞാൻ പറയുന്നത് എപ്പോഴും നമ്മുടെ ലെൻസാണ് കാരണം. നമ്മളൊരു കാര്യത്തെ നോക്കി കാണുന്ന രീതി ഒരുപാട് നമ്മളെ മെൻ്റലി എഫക്റ്റ് ചെയ്യും. അത് ചില ആളുകളായിക്കോട്ടെ, അവരുടെ രീതികളായിക്കോട്ടെ, ശരിക്കും അത് നമുക്കിപ്പം ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇപ്പോൾ അതായത് ഇപ്പോൾ ഒരു നാട്ടിൻ പുറത്ത് ജീവിച്ച് വളർന്നൊരു കുട്ടി, ആ കുട്ടി അധികം ആരോട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല. അതിനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയൊരു വീട്ടിലാണ് അത് വളർന്നത്. അത് ആദ്യമായിട്ട് കോളേജിൽ പഠിക്കാനായിട്ട് പോവാണ്. അപ്പോൾ കോളേജിൽ പഠിക്കാനായിട്ട് പോയപ്പം ചിലപ്പോൾ ഒരാൾ വന്ന് ആദ്യമായിട്ട് ഒത്തിരി അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരാളെ കാണുകയാണ് ആ കുട്ടി. അപ്പോൾ അയാളുടെ ലൈഫിൽ ചിലപ്പം ആദ്യമായിട്ടായിരിക്കും ഇത്രയധികം കെയർ തരുന്നതും അപ്രിസിയേഷൻ നൽകുന്നതുമായിട്ടുള്ള ഒരാളെ കാണുന്നത്. അപ്പോൾ തന്നെ ആ കുട്ടി ചിന്തിക്കാം അയാളുടെ ഉള്ളിൽ ഞാനെന്തോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണെന്ന്. ബട്ട് ദ റിയാലിറ്റി അയാൾ എല്ലാവരോടും അങ്ങനെയായിരിക്കാം. അപ്പോൾ അവിടെ എക്സ്പെക്ടേഷൻ ക്രിയേറ്റ് ചെയ്തത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണെന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ വാല്യൂസും അനുസരിച്ചിട്ടുള്ള എക്സ്പെക്ടേഷൻസാണ് നമുക്കുണ്ടാവുക. നേരെ മറിച്ച് അത് ഒരുപാട് ആളുകളോട് ഇൻട്രാക്ട് ചെയ്ത് വളർന്ന കുട്ടിയാണെന്ന് വിചാരിക്കുക. ചെറുപ്പത്തിൽ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഒത്തിരി ബോയ് ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആൺകുട്ടികളോട് ഒരുപാട് ഇടപഴകി വരുന്ന കുട്ടിയോട് ഈ കോളേജിൽ വരുമ്പോൾ ഒരാണ് വന്നിട്ട് നിന്റെ ഡ്രസ്സ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിനൊന്നും തോന്നില്ല, ഓക്കേടാ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അത് പോകും. അപ്പോൾ ഈ സെയിം രണ്ട് സിറ്റുവേഷനിലും എക്സ്പെക്ടേഷന്റെ ലെവലിലുള്ള ഡിഫറൻസ് കണ്ടോ? സോ അതാണ് പറഞ്ഞത്, നമ്മുടെ മെന്റൽ ലെൻസ് ആണ് കാര്യം. പക്ഷെ അത് റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, ഇതിപ്പോ കോമൺ ആയിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ ഇത് ഓക്കെയാണ്. പക്ഷെ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ എല്ലാവരും ഒരു സ്പെഷ്യൽ കാറ്റഗറിയിലേക്ക് മാറാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ എല്ലാവരും നോർമലി സംസാരിക്കുന്ന പോലെ നിന്റെ ഇപ്പൊ ഡ്രസ്സ് നന്നായിട്ട് ഇരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാൾ പറയുന്നതിലും ഡിഫറെന്റ് ആണ്. വേറൊരാള് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ആയിട്ട് എടുക്കുള്ളൂ. പക്ഷെ അയാൾ പറയുമ്പോൾ നമുക്ക് എപ്പോഴും സ്പെഷ്യൽ ആണ്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ഈ ഒരു കാര്യം വർക്ക് ആവുന്നത്? അല്ല, അത് റിലേഷൻഷിപ്പിലേക്ക് ആയതിനു ശേഷമുള്ള കാര്യമല്ലേ പറയുന്നത്. അപ്പൊ അതിനു മുമ്പ് ഒരു അട്രാക്ഷൻ പീരീഡ് ഉണ്ടല്ലോ. പക്ഷെ നമ്മളിപ്പം റിലേഷൻഷിപ്പിൽ ഡിഫറെന്റ് തലങ്ങളാണുള്ളത്. ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് റൊമാൻറ്റിക് ഫേസ് ആണ്. റൊമാൻറ്റിക് ഫേസിൽ എന്തായിരിക്കും, നമ്മുടെ ബെസ്റ്റ് ആയിരിക്കും നമ്മൾ കാണിക്കുക. എല്ലാ രീതിയിലും നമ്മൾ ഇരിക്കണേൽ, നിൽക്കണേൽ, സംസാരിക്കുന്നതിൽ, നമ്മൾ അയാളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എത്രത്തോളം ചിന്തിക്കും ഏത് ഡ്രസ്സ് ഇടണം എന്നൊക്കെ. അത് കഴിഞ്ഞ് നമ്മളൊന്ന് സെറ്റായെന്ന് വിചാരിക്കുക. ആ റൊമാൻറ്റിക് ഫേസ് കഴിഞ്ഞ് നമ്മൾ എല്ലാ രീതിയിലും സെറ്റായി. അപ്പോൾ സ്ത്രീകളുടെ മൈൻഡ് സെറ്റും പുരുഷന്മാരുടെ മൈൻഡ് സെറ്റും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ ഇയാൾ എൻ്റേതാണെന്ന് നമ്മൾ വിശ്വസിച്ചു. അങ്ങനെ കഴിയുമ്പോൾ നമ്മൾ നമ്മളായിട്ടിരിക്കാൻ നോക്കും. അത് പുരുഷനും ഇരിക്കും, സ്ത്രീക്കും ആ ഒരു ഡിഫറൻസ് വരും. അന്നേരം നമ്മൾ മച്ചുവേർഡ് ഫേസിലായിരിക്കും ഇരിക്കുക. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇതിലെ ഒരു പാർട്ട്ണർ ആ റൊമാൻറ്റിക് ഫേസിലുള്ള അതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എക്സ്പെക്ട് ചെയ്യുമ്പോൾ അവിടെ ഇത് ഇഷ്യൂ ആവും. അപ്പോൾ ഇപ്പം ഏറ്റവും ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു വണ്ടി മേടിച്ചു എന്ന് വിചാരിക്കുക. ഒത്തിരി നാള് ഡ്രീം കണ്ട് മാനിഫെസ്റ്റ് വിഷ്വലൈസേഷൻ ബോർഡിലൊക്കെ കൊണ്ട് പിക്ചർ വേസ്റ്റ് ചെയ്ത് മേടിച്ചു. ആദ്യത്തെ 2 ദിവസം ഭയങ്കര സന്തോഷമായിരിക്കും. ഫ്രണ്ട്സ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു, ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടുന്നു, എല്ലാം അടിപൊളിയാണ്. അത് കഴിഞ്ഞ് 1 മാസം ആ വണ്ടി ഓടിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും തോന്നും, നമുക്ക് പിന്നെ നമ്മുടേതായി. അപ്പോൾ നമുക്ക് അടുത്തൊരു വണ്ടി, ഇതിലും ബെറ്റർ ആയിട്ടുള്ളൊരു വണ്ടിയെ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും, ഇനി അതായിരിക്കും അടുത്ത ഡ്രീം എന്ന് പറയാം. മനുഷ്യൻ എപ്പോഴും ആ ഒരു ഇൻകംപ്ലീറ്റ്നെസ്സിലാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു സാധനം കിട്ടുന്നിടം വരെ അത് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം, അത് എന്നാലും എനിക്ക് ഭയങ്കര കംപ്ലീറ്റ് ആവുമെന്ന് നമുക്കൊരു തെറ്റിദ്ധാരണ വരും. പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് അടുത്തൊരു ആഗ്രഹം അത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ തന്നെ നമ്മളിലുണ്ടാവും. അപ്പം തന്നെ നമ്മുടെ ഫോക്കസും പ്രയോറിറ്റിയും മാറും. പ്രത്യേകിച്ച് ഒരു മാരേജ് ഉറപ്പിച്ച ഒരാളുകളെ സംബന്ധിച്ച് ആ കല്യാണം നടക്കുക, ആ മാരേജ് ഡേ എന്ന് പറയുന്നതായിരിക്കും അവരുടെ ബിഗ് ഡേ ആയിട്ട് അവർ ഇമാജിൻ ചെയ്യുക. കല്യാണം കഴിഞ്ഞ് കുറേ നാൾ ജീവിച്ച് കഴിയുമ്പോൾ അവർക്ക് വേറെ വേറെ പ്രയോറിറ്റീസ് വരാം. മേ ബി ചിലപ്പോൾ അവരുടെ കരിയറിലായിരിക്കാം, ചിലപ്പം ട്രാവലിലായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. അപ്പം അന്ന് തന്ന അത്രയും പ്രയോറിറ്റി നമുക്ക് വീണ്ടും തന്നില്ല എന്ന് പറയുന്നതിൽ മനുഷ്യ സ്വഭാവം അതാ. നമുക്കൊരിക്കലും കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യില്ല. നമുക്കിപ്പോൾ ഇനി ഇത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, ഞാൻ ടോപ്പിക്കിൽ നിന്ന് ഡൈവേർട്ട് ആക്കുന്നതല്ല. പക്ഷെ എന്നാലും ഞാൻ പറയാം, നമുക്കിപ്പം എന്തൊക്കെ കൃപകളുണ്ടെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്, നമുക്ക് സൗണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്, നമ്മൾ ആരോഗ്യമായിട്ടാണ് ഇരിക്കുന്നത്, നമുക്കിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്കല്ലേ ഫോക്കസ് ആവുള്ളൂ. അപ്പോൾ ബ്ലെസ്സിങ്സിലേക്ക് ഫോക്കസ് ചെയ്യാന്ന് വെച്ചാൽ അതാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ ഇപ്പോൾ എല്ലാവരും ഈ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. നന്ദിയുള്ളവരായിരിക്കണം. അതൊരു തരത്തിലൊരു മെൻ്റൽ വർക്കൗട്ടാണ്. കാരണം അത്രയും ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് നമ്മൾ മെൻ്റലി നമ്മളെ
അലേർട്ട്നെസ്സിനോടുകൂടി തന്നെ അത് പഠിപ്പിച്ച് ആ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡും കൂടിയാണിത്. കാരണം എപ്പോഴും ലാക്കിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു ടെൻഡൻസി നമ്മുടെ ബ്രെയിനിനുണ്ട്. എത്ര ഇതുണ്ടെങ്കിലും ഇപ്പം ഞാൻ പറയണതെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഇടുന്നു, പക്ഷെ ആ ബർത്ത്ഡേയുടെ കേക്ക് മുറിച്ച സമയത്ത് ആ പോപ്പർ പൊട്ടിയില്ല. നമുക്ക് ആ പൊട്ടാത്തതായിരിക്കും പ്രശ്നം. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആ ഡിസൈനിൽ കേക്ക് വന്നിട്ടുണ്ടാവും, എല്ലാം വന്നിട്ടുണ്ടാവും, എല്ലാ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടാവും, പക്ഷെ ആ പോപ്പർ പൊട്ടിക്കുന്ന സീൻ ആ റീലിൽ മിസ്സായി എന്നുള്ളതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ എപ്പോഴും ഇൻകംപ്ലീറ്റ് ആണെന്ന് ഞാൻ പറയുള്ളൂ. എനിക്കും ഈ ഒരു പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളും ഇപ്പൊ ലാക്കിലേക്ക് നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ ആ പോപ്പർ പൊട്ടിക്കുന്ന ഒരു കേസ് തന്നെ ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മളൊരു റീൽ എടുക്കുകയാണ്, ആ മൊമെന്റ് അപ്പോഴേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ആ മൊമെന്റ് ഇല്ല. അപ്പൊ ആ മൊമെന്റ് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയാക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളത് ഒരു ചെറിയൊരു പോയിന്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന നമ്മൾ ഈ ഫോക്കസ് ചെയ്യുന്നത് പോസിറ്റീവിലേക്ക് മാത്രമല്ലാതെ ഈ നെഗറ്റീവിലേക്കും കൂടെ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഹാപ്പിനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട് എന്നുള്ളതും നമുക്ക് ബോധമുണ്ട്. പക്ഷെ നമുക്ക് ഈ ഫോക്കസ് പോകുന്നത് നെഗറ്റീവിലേക്കാണെങ്കിൽ അത് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഫോക്കസ് പോകുന്നത് നെഗറ്റീവിലേക്ക് ആണെങ്കിൽ മാറ്റാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഭൂമിയിലല്ലേ ജീവിക്കണേ, ഈ ഭൂമിക്കൊരു ഋതുണ്ട്. ഋതം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു പുറത്ത് UK പോലത്തെ ഒരു കൺട്രി പോവുക, നമ്മളിവിടെ നാട്ടിൽ സാധാരണ ഡ്രസ്സ് ഇട്ട് നോർമലായിട്ടാണ് പോകുന്നത്. അവിടെ വിൻ്റർ സീസണിൽ നമുക്കറിയാലോ അവിടെ സ്നോ വരുമെന്ന്. അപ്പോൾ അതിനനുസരിച്ചുള്ള ജാക്കറ്റും കാര്യങ്ങളുമായിട്ട് പോകണം. അവിടെ അതില്ലാതിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഭൂമിക്കൊരു ഋതുണ്ട്. ആ ഋതം എന്ന് പറയുന്നത് അപ്പും ഡൗണും ആണ്. നമ്മുടെ ലൈഫിൽ എപ്പോഴും ആ ഒരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യാന്ന് പറഞ്ഞാൽ മനുഷ്യന് പിന്നെ ഒന്നും ചെയ്യാൻ തോന്നുമോ? ഇപ്പം ചിത്ര ചെയ്യുന്ന ഈ ഒരു കാര്യത്തിൽ നിന്ന് ഇനി അപ്ഗ്രേഡ് ചെയ്യണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുള്ളൂ. അപ്പൊ ആ ഒരു കംപ്ലീറ്റ്നെസ് ദൈവം മനഃപൂർവ്വം ഫീൽ ചെയ്യിപ്പിക്കാത്തത്. അങ്ങനെ ആകുമ്പോൾ ഈ ലോകത്തുള്ള എല്ലാവരും ശാന്തിയായിട്ട് എവിടെയെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുള്ളൂ, ഞാൻ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞ് ചിന്തിച്ചത്. സോ അതും നമുക്ക് പറ്റില്ല. എല്ലാവരിലും ഈ ഭൂമി ജീവിക്കുമ്പോൾ ഇത്രയും കണ്ടുപിടുത്തങ്ങളും പുരോഗമനങ്ങളും എല്ലാം ഉണ്ടാവണമെങ്കിൽ മനുഷ്യൻ ആ ഫീൽ കൊടുത്തിട്ട് കാര്യമില്ല. സോ ദൈവം ഭയങ്കര ബുദ്ധിമാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കംപ്ലീറ്റ്നെസ് എല്ലാത്തിലും ഇച്ചിരി കുറച്ചേ നമുക്ക് തോന്നുള്ളൂ. അപ്പോഴേ നമുക്ക് ഡെവലപ്പ് ആവാനായിട്ട് തോന്നുള്ളൂ. അപ്പം നെഗറ്റീവിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഫോക്കസ് ചെയ്യിപ്പിക്കുന്നതും നമ്മുടെ തലച്ചോറ് തന്നെയാണ്. കാരണം നമ്മുടെ ബ്രെയിനിൽ നമുക്ക് എപ്പോഴും ഒരു അലേർട്ട് സിസ്റ്റം ഉണ്ടാവും. ഓക്കെ, ഇത് നിനക്ക് കുറവുണ്ടെന്ന്, അല്ലെങ്കിൽ ഇപ്പൊ കൈക്കൊരു വേദന, പെയിൻ എന്നുള്ളൊരു സാധനം പോലും തന്നിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് നമ്മളിങ്ങനെ അലേർട്ട് ചെയ്യുന്ന ഒരു സാധനം എപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ആ അലേർട്ടാണ് നമ്മൾ ഏറ്റവും നന്നാവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുള്ളൂ. സോ അതുകൊണ്ടാണ് നമുക്ക് ഈ തോട്ട്സ് തന്നേക്കുന്നത്, ഇങ്ങനത്തെയുള്ള നെഗറ്റീവ് തോട്ട്സ്, സങ്കടം, ദേഷ്യം, വിഷമം, ഇതൊക്കെ ഇമോഷൻസ് പോലും നമുക്ക് തന്നേക്കുന്നത് നമ്മുടെ ഒരു അടുത്ത ലെവലിലേക്ക്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു എക്സാമിന്റെ സമയത്ത് നമുക്ക് എന്തിനാ ടെൻഷൻ? ആ ടെൻഷൻ എന്നുള്ള സാധനം ഉള്ളതുകൊണ്ടാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. സോ ഇമോഷൻസ് ഇപ്പം സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ റോളുകളുണ്ട് നമ്മുടെ ലൈഫിൽ. അത് നമ്മുടെ ലൈഫിൻ്റെ ഉന്നമനത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങാൻ. ചില നെഗറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് പോപ്പർ പൊട്ടാതിരിക്കുമോ, അല്ലെങ്കിൽ എനിക്കത് റീൽ ഏറ്റവും ബെസ്റ്റ് ആക്കണം. അപ്പം നമ്മൾ വിചാരിക്കുകയാണ് ഈ പോപ്പറിന് ഒരു 2 പോപ്പറോടെ എക്സ്ട്രാ എടുത്തേക്കാം. അത് ഒരു അലേർട്ടാണ്. ആ അലേർട്ട് കൊണ്ട് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് തന്നെ നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ ഒരു മൊമെന്റ് ഹാപ്പിയസ്റ്റ് ആക്കണമെങ്കിൽ നമ്മളുടെ, പിന്നെ ഒരു കാര്യം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം, നമ്മുടെ കയ്യിൽ നിന്നുള്ള പാർട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ കൂടെയുള്ള എല്ലാവരും അതേ പാർട്ട് പെർഫോം ചെയ്യണം എന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യത്തിൽ മാത്രമേ കൺട്രോൾ ഉള്ളൂ. ബാക്കിയൊക്കെ ഉണ്ടെന്ന് നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പ്രവർത്തിക്കണം, അതൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം നടക്കുന്നൊരു കാര്യമാണ്. ഒരിക്കലും ഒരു റിയൽ ലൈഫിൽ ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അല്ലേ, ഇപ്പം ഞാൻ ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ഭക്ഷണം, അപ്പം ഞാൻ ചിത്രയോട് ചോദിക്കുക, ചിത്ര എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എന്നെ ആസ്വദിച്ച് കഴിച്ചു നല്ലതാണല്ലോ എന്ന് ഞാൻ 10 പ്രാവശ്യം പറഞ്ഞാൽ ചിത്രയ്ക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടോ? അത് അതിലൊരു പേഴ്സണൽ ചോയ്സ് വരും. അങ്ങനെ എല്ലാ കാര്യത്തിലും ആ ഒരു പേഴ്സണൽ ചോയ്സ് വരും. ഇപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വന്നപ്പോഴേക്കും എനിക്ക് തോന്നിയൊരു കാര്യമാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഉണ്ടാകുന്ന മുറിവുകളൊക്കെ ഉണ്ടല്ലോ, ഫിസിക്കലി നമുക്ക് ഉണ്ടാവുന്ന മുറിവുകളോ അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന പെയിനോ, കാലുവേദനയോ മുതുവേദനയോ, ഇതൊക്കെ നമുക്ക് സഹിക്കബിൾ ആണ്. പക്ഷെ മെന്റലി ഉണ്ടാവുന്ന പെയിൻ എന്ന് പറയുന്നത് അത് അൺസഹിക്കബിൾ ആണ് എന്നുള്ളത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും അടിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തന്നാ മതിയായിരുന്നു. മെന്റലി ഉണ്ടാക്കുന്ന
ഹേർട്ട് അല്ലെങ്കിൽ മെന്റലി ഉണ്ടാക്കുന്ന വൂണ്ടുകൾ അത് ഉണങ്ങില്ല. അത് ചിലപ്പോൾ നമ്മൾ ഉണങ്ങി എന്നുള്ളത് നമ്മളിങ്ങനെ വിചാരിക്കും, ഹീലായി എന്നുള്ളത് വിചാരിക്കും. ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞാലും ആ ഒരു ഹീൽ ചെയ്യാതെ ഇങ്ങനെ കിടക്കും. അതിൻ്റെ അതൊരു ഇതുണ്ട്. ഫിസിക്കലി ഒരു പെയിൻ വന്നാൽ, ഇപ്പോൾ മുട്ടുവേദന വന്നാൽ എന്തായിരിക്കും ചെയ്യുക? ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യും, അതിനുള്ള മെഡിസിൻ എടുക്കും അല്ലേ. അപ്പോൾ അത് ഹീൽ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഉറപ്പുണ്ട് അല്ലേ. കൈക്കൊരു വേദന വന്നത് ഹീലാക്കിയേ പറ്റൂ, ആ വേദന വെച്ചുകൊണ്ട് അതിരിക്കട്ടെ, വന്ന പെയിൻ അല്ലേ നമ്മൾ ചിന്തിക്കുന്നില്ല. പെയിൻ വന്നെങ്കിൽ അതിനുള്ള പ്രതിവിധി എടുക്കണം എന്നുള്ളൊരു ബോധ്യം ബോഡി സ്റ്റേറ്റിൽ നമുക്കുണ്ട്. മെൻ്റൽ സ്റ്റേറ്റിൽ നമ്മൾ പഠിപ്പിച്ചേക്കുന്ന എന്താ, അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ഹീലിംഗ് ഒരാളുടെ ലൈഫിലും കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ നമുക്ക് മെൻ്റലി നമുക്ക് പെയിൻസ് വരുമ്പോൾ അതിനെ നമുക്ക് ഇതുപോലെ തന്നെ ഹീൽ ചെയ്യാൻ പറ്റും. ആ ഹീൽ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഒരാളോട് ചോദിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് എടുക്കുന്നതായിക്കോട്ടെ, അത് എൻ്റെ ഒരു കുറവാണ് മനുഷ്യൻ ചിന്തിക്കുന്നിടത്താണ് ആ മുറിവായിട്ട് തന്നെ കിടക്കുന്നത്. ഞാൻ പറയണ അതിനുമുള്ള മാർഗങ്ങളുണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതല്ലാണ്ടങ്ങ് ഹീലാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ഹീലാവില്ല. ബോഡിയിലൊരു ഫ്രാക്ചർ വന്നാൽ നമ്മൾ ഇത്ര ദിവസം, ഇപ്പം കൈയൊന്നും ഒടിഞ്ഞാൽ നമ്മൾ ഇത്ര ദിവസം കൈ കെട്ടി വെക്കാൻ പറയും, പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറയും, പിന്നെ പഴയ കൈയിലേക്ക് തന്നെയാവും എന്ന് പറഞ്ഞതുപോലെ തന്നെ മൈൻഡിൻ്റെ ഹീലിങ്ങിനും സ്റ്റേജസ് ഉണ്ട്. ആ ഹീലിങ്ങിൻ്റെ സ്റ്റെപ്സ് എടുക്കാൻ നമ്മൾ തയ്യാറാവണം. അതെന്താ ഹീലിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്ന് വെച്ചാൽ ഓരോ പ്രോബ്ലത്തിനും ഓരോ ലെവലിലായിരിക്കും സ്റ്റെപ്പ്. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമിന് തോറ്റുപോയ കുട്ടിക്ക് ഉള്ളൊരു പെയിൻ ആയിട്ട്, ഒരു എക്സാമിന് തോറ്റു, അതാണ് പ്രശ്നം. ആ പെയിനുമായിട്ട് വരുന്ന 2 കുട്ടികൾ വന്നു എന്ന് വിചാരിച്ചു. ഈ 2 കുട്ടികളുടെ ഹീലിംഗ് സ്റ്റെപ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ആ തോൽവി ആ കുട്ടിയെ എഫക്റ്റ് ചെയ്ത ലെവലിലായിരിക്കും അതിനെ ഹീൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനെ യൂസ് ചെയ്യേണ്ട തെറാപ്പീസ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ടീച്ചർ വഴക്ക് പറഞ്ഞതായിരിക്കും പ്രശ്നം, ആ ഒരു കുട്ടി ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോൾ. അപ്പോൾ സോ എന്ന് പറഞ്ഞതുപോലെ തന്നെ മനസ്സിൻ്റെ വേദന അങ്ങനെയൊക്കെ ശരിയായിക്കോളും, കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ശരിയായിക്കോളും എന്നുള്ള ആ ഒരു ടേമില്ലേ, അതങ്ങനെ ശരിയാവുന്നതല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ആദ്യം വേണം. അതിന് പ്രോപ്പറായിട്ട് ഹീലിംഗ് നമ്മൾ കൊടുക്കണം. അതിപ്പം എൻ്റെ മനസ്സിൻ്റെ വേദന എനിക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറാവണം. ചുമ്മാ അങ്ങ് മാറുമെന്ന് ഞാൻ വിചാരിച്ചിരിക്കരുത്. അത് എൻ്റെ കൂടെ ഉള്ളവർ വന്ന് മാറ്റുമെന്നും വിചാരിച്ചിരിക്കരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മളായിട്ട് തന്നെ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടി വരും. ഇപ്പോൾ പല ആളുകളുടെയും പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അപ്പം നമ്മൾ ചൈൽഡ്ഹുഡിൽ കിട്ടിയിട്ടുള്ള ട്രോമാസ് അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള കെയറിങ്ങോ സ്നേഹമോ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്നൊരു ഇപ്പം നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി, കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം ഭയങ്കര കെയറിങ്ങും അല്ലെങ്കിൽ കുറച്ച് സ്നേഹവും കാര്യങ്ങളും ഒക്കെ കിട്ടുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് അങ്ങോട്ടേക്കൊരു ചായ്വ് ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അങ്ങനെയുള്ള ആൾക്കാരിലാണോ ഈ എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഒക്കെ കൂടാനായിട്ടുള്ള ഒരു കാരണം? ഇപ്പോൾ ചൈൽഡ്ഹുഡിൽ കിട്ടിയിട്ടുള്ള ട്രോമാസ് ഒക്കെ ഉണ്ടാവുമല്ലോ, വേണ്ട രീതിയിൽ ഇപ്പോൾ നമുക്ക് പാരൻസിൻ്റെ കയ്യിൽ നിന്നൊക്കെ അങ്ങനത്തെ ഉള്ളൊരു സ്നേഹമോ കെയറിങ്ങോ ഒന്നും കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്നൊരു നമ്മളുടെ ഒരു പാർട്ട്ണർ ആയിക്കോട്ടെ നമ്മളുടെ അടുത്ത് ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹവും കരുതലും ഒരു കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ കാണിക്കുമ്പോൾ നമുക്ക് അവിടെയാണോ ഒരുപാട് എക്സ്പെക്ടേഷൻസ് നമ്മൾ കൊടുക്കാനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്? പൊതുവേ അങ്ങനെ പറയും. ഇപ്പം നമുക്ക് സ്നേഹം കിട്ടാത്ത ഇരിക്കുന്ന ഒരാൾക്ക് കുറച്ച് സ്നേഹം കിട്ടുമ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് കംപ്ലീറ്റ്ലി ചാഞ്ഞു പോകുന്നു. പക്ഷെ അതിൻ്റെ അടിയിലും ഒരു ലെയറുണ്ട്, അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്. കാരണം ചെറുപ്പം തൊട്ട് സ്നേഹം കിട്ടാത്ത ഒരു കുട്ടി 2-3 തലത്തിലുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈല്, 2 തലമാണ് മെയിൻ. ഒന്ന് അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലും ഉണ്ട്, ഒന്ന് ആൻഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലും ഉണ്ട്. ആൻഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്ക് ആരെങ്കിലും സ്നേഹിച്ച് വന്നു കഴിഞ്ഞാൽ അയാൾ എന്നെ വിട്ടു പോവോ എന്നുള്ള ഭയം ഭയങ്കരമായിട്ടുണ്ടാവും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എൻഷുർ ചെയ്യും, നീ എൻ്റെ കൂടെ നിൽക്കില്ലേ, എന്നെ നീ വിട്ടിട്ട് പോകരുത് കേട്ടോ, നീ ഇല്ലാതെ ഞാനില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആ വേണ്ടത്തെ സമയത്ത് ഭയങ്കര ഓവർ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും. ഇവരെ നമ്മളെ വിളിക്കണം, നമ്മളെവിടെ എത്തിയാൽ അന്വേഷിക്കണം, നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയണം, എല്ലാത്തിനും കൂടെ വേണം എന്നൊക്കെ അവർക്ക് ഭയങ്കര നിർബന്ധമായിരിക്കും. അവരത് എപ്പോഴും എൻഷുർ ചെയ്തുകൊണ്ടേ ഇരിക്കും. അടുത്തത് അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ്. അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരിക്കൽ കുറേ ഇപ്പം സ്നേഹിച്ചവരാരും തിരിച്ച് സ്നേഹിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ഒരു നേച്ചർ വെക്കുകയാണ്, ഇനി ഞാൻ അധികം ആരെയും സ്നേഹിക്കാൻ പോകുന്നില്ല. കാരണം ഒരുപാട് സ്നേഹം എക്സ്പ്രസ് ചെയ്തിട്ട് പിന്നെ ആ പെയിൻ താങ്ങാൻ വയ്യില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരെയും നിന്ന് ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ഈ 2 തലങ്ങളിലെ ആളുകൾ അതിനെ ഉൾക്കൊള്ളാറുണ്ട്. അപ്പം ഈ ആൻഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ഓർക്കണമെന്ന് വെച്ചാൽ എനിക്ക് ഇതുവരെ കിട്ടാത്ത സ്നേഹം ഫില്ല് ചെയ്യാനായിട്ട് പുറത്തുനിന്ന് ആരെങ്കിലും വരും എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ
ഈ മെൻ്റൽ പെയിനിലോട്ട് പോകുന്നത്. കാരണം എന്നിലെ എൻ്റെ വിടവുകളെയെല്ലാം ഫില്ല് ചെയ്യാൻ മൂന്നാമതൊരാൾക്ക് പറ്റുമെന്നുള്ള ഫീലിങ്ങിൽ നമ്മൾ റിലേഷൻഷിപ്പിലിട്ട് കിടന്നോണ്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഫില്ല് ചെയ്യാൻ ആർക്കും പറ്റില്ല. നമ്മളിലുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ മറ്റൊരാൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് നേരത്തേക്കൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റുമായിരിക്കും. കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യണമെങ്കിൽ സത്യം പറഞ്ഞാൽ അത് നമുക്ക് മാത്രമേ പറ്റുള്ളൂ. അതാണ് റിയാലിറ്റി. അതായത് ഞാൻ എന്നെ കരുതി തുടങ്ങാതെ എൻ്റെ ചുറ്റും എന്നെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ടെന്ന് പറഞ്ഞാലും അവരാരും എന്നെ കരുതില്ല. അവർക്ക് കരുതുന്നതിനൊരു പരിധിയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. ഞാൻ എന്നാണോ എന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങുന്നത്, എന്നാണോ എന്നെ ഞാൻ ഇഷ്ടപ്പെട്ട് എന്നെ ഞാൻ സ്നേഹിക്കാം, എന്നാണോ എൻ്റെ ഇന്നർ ചൈൽഡിനെ ഞാൻ പാമ്പർ ചെയ്യാൻ തുടങ്ങുന്നത്, ഞാൻ സെഷൻസിലൊക്കെ ചെയ്യിക്കാറുള്ളത് അത് ഭയങ്കരമായിട്ട് നമുക്കൊരു എന്താ പറയുക മെൻ്റൽ റിലാക്സേഷൻ സ്റ്റേറ്റ്. അത് നമ്മൾ ഇപ്പം ചിത്രയിലെ കുഞ്ഞു ചിത്ര എന്തെങ്കിലും പോയി മീറ്റ് ചെയ്തിട്ടുണ്ടോ? അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഇപ്പോഴത്തെ ചിത്രയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ആ ചിത്രയ്ക്ക് ചെയ്യാൻ പറ്റും. അതാണ് മെൻ്റലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നൊരു നിർവൃതി ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. നമ്മളുടെ എല്ലാ പെയിനിൽ നിന്നും കാരണം ഇപ്പം നമ്മൾ കുറച്ചും കൂടെ വലുതായിട്ടുണ്ടാവും. ഇപ്പം ഒരു 4 വയസ്സുള്ള എന്നിൽ ഞാനല്ലല്ലോ ഈ ഒരു പ്രായത്തിലേക്ക് എത്തുമ്പോൾ അപ്പോൾ എൻ്റെ 4 വയസ്സുകാരിയിലെ പെയിൻ ഉണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്യാൻ എനിക്കിപ്പോൾ സുഖമായിട്ട് പറ്റും. ബിക്കോസ് എനിക്ക് അനുഭവങ്ങളുടെ ഇതുണ്ടാവാം, അല്ലെങ്കിൽ ജീവിത എക്സ്പീരിയൻസ് കൂടിയിട്ടുണ്ടാവാം. അപ്പോൾ അതിനൊന്നങ്ങ് ചേർത്ത് പിടിച്ചാൽ തന്നെ മതി. അതൊന്നും പുറത്തൊന്നും ഒരാൾക്കും ചെയ്തു തരാൻ പറ്റില്ല. അതിനാണ് നമുക്കിങ്ങനെ മെൻറ്റേഴ്സൊക്കെ ഉണ്ടെങ്കിലുള്ള ഗുണം. അവർക്കത് നല്ല ബ്യൂട്ടിഫുള്ളി ചെയ്തു തരാൻ പറ്റും. അവർ ആ മേഖലയിൽ അത് പഠിച്ചിട്ട് വരുന്നവരാണല്ലോ. അതുകൊണ്ട് ഒന്നാമത് ഈ ചുമ്മാ കുറേ ഉണ്ട്, നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നുണ്ട്. പക്ഷേ ഞാൻ ചുമ്മാ ചോദിക്കും, ഇത് കേട്ടോണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ഉണ്ട്, ഞാൻ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ഒരു യങ്ങർ വണ്ണിനെ നിങ്ങളൊന്ന് പോയി മീറ്റ് ചെയ്തിട്ടുണ്ടോ? ഒന്ന് കണ്ണടച്ചിട്ടൊന്ന് മീറ്റ് ചെയ്ത് നോക്കിയേ. ഒരുപാട് പരാതികൾ പറയാനുണ്ടാവും. ചിലപ്പോൾ മനസ്സിൻ്റെ ഒരു കോണിൽ ഇങ്ങനെ കരഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം, എന്നെ സ്നേഹിക്കാൻ ആരും ഇല്ല എന്ന് പറയുന്ന കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഞാനൊരു അൺലക്കിയാന്ന് പറയുന്ന കുട്ടിയായിരിക്കാം. അതിനെയൊക്കെ പോയിട്ട് ഓടി ചെന്നിട്ട്, ഇപ്പം നമ്മൾ ചിലപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കും, ഇപ്പം നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തായിരിക്കും ജീവിക്കുന്നത്. ഒന്ന് ഓടിപ്പോയിട്ട് കണ്ണടച്ചിട്ടൊന്ന് ഹഗ് ചെയ്ത്, നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്, ഞാനുണ്ടെന്ന് പറഞ്ഞ് ആ ഒരു മൊമെൻറ്റ് തൊട്ട് നമുക്ക് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആർക്ക് വേണമെങ്കിലും. ഒത്തിരി നമുക്ക് ഡിഫറൻസ് നമ്മുടെ മൈൻഡ് സെറ്റ് കൊണ്ട്. സോ നമ്മളെ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. പിന്നെ എന്തിനാണ് എന്നാൽ പിന്നെ നമ്മൾ മാത്രം ജീവിച്ചാൽ പോരെ എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. ഒരു ഉമ്മയല്ലെങ്കിൽ ഒരു അടിയെങ്കിലും കിട്ടണം, കാരണം ചേതനകൾ വേണം. ഇപ്പം ഈ ഒരു സ്റ്റുഡിയോയിൽ നമ്മൾ ഒരാൾ തന്നെ എന്നും വന്ന് ജോലി ചെയ്യുന്ന പോലെയല്ല, നമുക്ക് കൂടെ കുറച്ച് പേര് ഒന്നിച്ച് ജോലി ചെയ്യുന്നത്. അപ്പോൾ ചിലർ നമുക്ക് സപ്പോർട്ടറായിരിക്കും, ചിലർ വരുമ്പോൾ തൊട്ട് നമ്മൾ ചൊറിയാനായിരിക്കും വരുന്നത്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ആ ഒരു ഇമോഷൻ, മനുഷ്യൻ വികാരമുള്ള ജീവി ആയതുകൊണ്ട് നമുക്ക് ആ ഇമോഷൻസ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് ഒത്തിരി നല്ലതാണ്. നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണത്. അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ലോകം നിലനിൽക്കണമെങ്കിൽ കുടുംബം വേണം, അല്ലേ? നമ്മൾ കുടുംബം ഓരോ സിസ്റ്റമായിട്ട് ഉണ്ടെങ്കിലാണ്, സിസ്റ്റംസും നിയമങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും അവരവരുടെ വഴിക്ക് പോകൂലേ. സോ ഇതിനെ ഒരു ഗ്രൂപ്പായിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓരോരോ സിസ്റ്റംസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വിവാഹമായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയട്ടെ, ഒരു പ്രായമാകുമ്പോൾ നമുക്കൊരു പാർട്ണർ നീഡ് വരില്ലേ. അപ്പോൾ എല്ലാവരുടെ കൂടെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തൊരു എന്താ പറയുക, അതൊരു നാശത്തിലേക്കായിരിക്കും പോവുക. മറ്റതൊരു എണ ഒരാൾക്ക് കൊടുത്ത് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയതാണ്. പക്ഷെ ആ സിസ്റ്റത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. പക്ഷെ ഉണ്ടാക്കിയേക്കുന്ന എല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് നിയമങ്ങളാണെങ്കിലും എല്ലാം ആണെങ്കിലും. ഇപ്പം നമ്മൾ കൈകാലുകൾ കഴുകണം കേട്ടോ, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ അത് പറയാം, എനിക്ക് തോന്നുമ്പോൾ കഴുകും, എനിക്കിന്ന് കുളിക്കാൻ തോന്നിയില്ല, ഞാൻ കുളിക്കത്തില്ല എന്ന് പറയുന്നത് എന്നും ദേഹം ശുചീകരിക്കണം എന്നുള്ളത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അതൊക്കെ ചെറുപ്പം തൊട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നമുക്ക് കുളിക്കാതിരുന്നാലായിരിക്കും ഒരു ബുദ്ധിമുട്ട്. പക്ഷെ മനസ്സിനെ ഒന്നും അങ്ങനെ ക്ലെൻസ് ചെയ്യണമെന്ന് ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. പക്ഷെ അതും ചെയ്യണം നമ്മൾ. നമ്മളല്ലാതെ ആരും അതിനെ ക്ലെൻസ് ചെയ്യും? അപ്പം ഒന്ന് നമ്മൾ ഈ ബോഡിയിൽ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ബോഡിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളോട്, അതായത് ഔട്ടർ വേൾഡ് നമുക്ക് ഒരുപാട് പെയിനുകൾ തരാം. ഒരു ദിവസം എടുത്ത ഒരുപാട് നല്ലതും ചീത്തയും അത് ഈ ലോകത്തുള്ള എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട്. ആരുടെ ലൈഫും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും ചലഞ്ചസ് ഉണ്ട്, എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. ചിലർ ആ ബുദ്ധിമുട്ടുകളിലും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ബുദ്ധിമുട്ടുകളിലേക്കാൾ കൂടുതൽ അവർക്ക് പർപ്പസ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടായിരിക്കും. അല്ലാത്ത പക്ഷെ അവർക്ക് നിൽക്കാൻ പറ്റുമോ? നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ തിരിച്ചറിവ് ഉണ്ടാവുക, അതാണ് ലൈഫിൽ. ഈ പർപ്പസ് വേണം,
എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ വേണമെന്നൊക്കെ പറയുന്നത്. അല്ലാത്ത ആൾക്കാർ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പണ്ടൊക്കെ നമ്മൾ ഈ സീരിയലിലും അല്ലെങ്കിൽ പണ്ടത്തെ വീടുകളിലൊക്കെ പറഞ്ഞ് ഇപ്പം ഒരു അമ്മായിമ്മയും മരുമകളും തന്നെ വീട്ടിലെങ്കിലും നമ്മൾ പറഞ്ഞ കണ്ടോ ഇന്ന് ചായ എടുക്കാൻ വന്നപ്പോൾ അവരുടെ മുഖം ഇരിക്കണം കാണണം, ഇതായിരിക്കും നമ്മൾ എല്ലാവരോടും ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? അന്നത്തെ ദിവസത്തെ വിഷയം അതായിരിക്കും. അപ്പൊ ജോലിക്ക് പോകാത്തവർക്ക് അതായിരിക്കും വിഷയം അല്ലേ? ഇനിയിപ്പം ഹൗസ് വൈഫായിട്ട് ഉള്ളവർ അവരുടെ ലോകമേ ആ വീടാ. ചിലപ്പോൾ ഹസ്ബൻഡ് വർക്കിംഗ് ആയിരിക്കും, പുള്ളി പുറത്ത് പോയിട്ട് വന്നിട്ട് ചിലപ്പോൾ വേണ്ട രീതി മൈൻഡ് പോലും ചെയ്യില്ലായിരിക്കും.